എല്ലാവർക്കും നമസ്കാരം. ഇന്ത്യൻ ലെസന്റെ പുതിയൊരു സെക്ഷനിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്ന ക്ലാസ് എന്ന് പറയുന്നത് സബ് ഇൻസ്പെക്ടറിനും LPUPക്കും ഒക്കെ തന്നെ വളരെ പ്രധാനമായിട്ടുള്ള സൈക്കോ അനലിറ്റിക് അപ്രോച്ച് എന്ന ടോപ്പിക്കിൽ നിന്നുള്ള ഒരു തിയറിയാണ്. അപ്പോൾ ഞാനിവിടെ ഉൾപ്പെടുത്തിയിരിക്കുന്നത് സബ് ഇൻസ്പെക്ടറിന്, അതായത് കഴിഞ്ഞ വർഷത്തെ സബ് ഇൻസ്പെക്ടറിന് ചോദിച്ച ഒരു ക്വസ്റ്റ്യൻ ആണ്. അത് വെച്ചുകൊണ്ടുള്ള ഒരു തിയറിയാണ് നമ്മൾ ഇന്ന് എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. നോക്കാം ചോദ്യം. ഏത് നവഫ്രോയിഡിയനാണ് സാമൂഹിക ഘടകങ്ങൾക്ക് പ്രാധാന്യം നൽകുകയും ലൈംഗിക പ്രേരണകൾക്കെതിരെയുള്ള ഫ്രോയിഡിന്റെ ശ്രമത്തെ കുറ്റപ്പെടുത്തുകയും ചെയ്തത്? ഒന്നുകൂടെ കേട്ടെ. ഏത് നവഫ്രോയിഡിയനാണ് സാമൂഹിക ഘടകങ്ങൾക്ക് പ്രാധാന്യം നൽകുകയും ലൈംഗിക പ്രേരണകൾക്കെതിരെയുള്ള ഫ്രോയിഡിന്റെ ശ്രമം കുറ്റപ്പെടുത്തുകയും ചെയ്തത് എന്നുള്ളതാണ് ചോദ്യം. ഓപ്ഷൻ എ എറിക്സൺ, ബി കാൾ യുങ്, സി ആൽഫ്രഡ് ആഡ്ലർ, ഡി കരൺ ഹോണി. അപ്പോൾ ഇതിനകത്ത് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ഈ നവഫ്രോയിഡിയന്മാർ എന്ന് പറയുമ്പോൾ എന്താണ്? നവഫ്രോയിഡിയൻസ് എന്ന് പറഞ്ഞാൽ ഫ്രോയിഡിന്റെ ആശയങ്ങളെ തങ്ങളുടേതായിട്ടുള്ള രീതിയിൽ അതായത് ഫ്രോയിഡിന്റെ ആശയങ്ങളെ ബേസ് ചെയ്തുകൊണ്ട് അവരവരുടേതായിട്ടുള്ള തിയറീസ് ഡെവലപ്പ് ചെയ്തിരിക്കുന്നവരാണ് ഈ നിയോ ഫ്രോയിഡിയൻസ് അല്ലെങ്കിൽ നവഫ്രോയിഡിയന്മാർ എന്ന് നമ്മൾ മലയാളത്തിൽ പറയുന്നത്. നിയോ ഫ്രോയിഡിയൻസ് എന്ന് ഇംഗ്ലീഷിൽ പറയും. അപ്പോൾ അവരാരൊക്കെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ പറഞ്ഞതുപോലെ കാൾ യുങ്, ആഡ്ലർ, കരൺ ഹോണി, വില്യം ഡ്രേക്ക് തുടങ്ങിയവരൊക്കെ ഈ പറഞ്ഞ നിയോ ഫ്രോയിഡിയൻസിൽ പെടുന്നവരാണ്. ഓക്കെ. അപ്പോൾ ഇതിന്റെ ആൻസറിലേക്ക് നോക്കുകയാണെങ്കിൽ ഏത് നവഫ്രോയിഡിയനാണ് സാമൂഹിക ഘടകം, അപ്പോൾ സോഷ്യൽ ഫാക്ടേഴ്സിന് പ്രാധാന്യം നൽകുകയും ലൈംഗിക പ്രേരണയ്ക്കെതിരെയുള്ള ഫ്രോയിഡിന്റെ ശ്രമത്തെ കുറ്റപ്പെടുത്തുകയും ചെയ്തു? നമുക്കറിയാം, സൈക്കോ അനാലിസിസിനകത്ത് ഫ്രോയിഡിന്റെ തിയറിയിൽ പറയുന്ന ലിബിഡോയ്ക്ക് അധികം പ്രാധാന്യം നൽകിയിരിക്കുന്നു, അല്ലെ? ലിബിഡോയെ കേന്ദ്രീകരിച്ചാണ് അദ്ദേഹം ആ ഒരു തിയറി കൊണ്ടുവന്നിരിക്കുന്നത്. അപ്പോൾ അതിന് എതിരെയായിട്ടാണ് ഈ ഒരു തിയറി പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഇത് ആരുടേതാണെന്ന് ചോദിച്ചാൽ ആൽഫ്രഡ് ആഡ്ലർ ആണ് ഫ്രോയിഡിന്റെ ഈ ലൈംഗിക പ്രേരണയ്ക്കെതിരെയുള്ള ശ്രമത്തെ കുറ്റപ്പെടുത്തുകയും സാമൂഹിക ഘടകങ്ങൾക്ക് പ്രാധാന്യം നൽകുകയും ചെയ്തത്. അപ്പോൾ സോഷ്യൽ ഫാക്ടേഴ്സിന് പ്രാധാന്യം നൽകിയിരിക്കുന്ന വ്യക്തി, ഇതിനകത്ത് ആൻസർ എന്ന് പറയുന്നത് ആൽഫ്രഡ് ആഡ്ലർ ആണ്. ആൽഫ്രഡ് ആഡ്ലർ ആണ്. ഓക്കെ ആണെന്ന് കരുതുന്നു. ഇനി ആഡ്ലറിലേക്ക് പോകാം. ആൽഫ്രഡ് ആഡ്ലർ എന്ന് പറയുന്ന മനഃശാസ്ത്രജ്ഞൻ ആദ്യം ഫ്രോയിഡിന്റെ അനുയായി ആയിരുന്നു, അതായത് സിഗ്മണ്ട് ഫ്രോയിഡിന്റെ അനുയായി ആയിരുന്നു. പിന്നീട് ഇദ്ദേഹം ഫ്രോയിഡിൽ നിന്നും വേർപിരിഞ്ഞിട്ട് സ്വന്തം സിദ്ധാന്തത്തെ ഡെവലപ്പ് ചെയ്തു. മനസ്സിലായോ? സ്വന്തം സിദ്ധാന്തം ഡെവലപ്പ് ചെയ്തു. ഇദ്ദേഹത്തിന്റെ സിദ്ധാന്തത്തെ അറിയപ്പെടുന്നത് ഇൻഡിവിജ്വൽ സൈക്കോളജി എന്നാണ്. എന്ന് പറഞ്ഞാൽ വ്യക്തിഗത മനഃശാസ്ത്രം. ഓർക്കുക, ഇൻഡിവിജ്വൽ സൈക്കോളജി അല്ലെങ്കിൽ വ്യക്തിഗത മനഃശാസ്ത്രത്തിന്റെ ഉപജ്ഞാതാവാർ അല്ലെങ്കിൽ വക്താവാരെന്ന് ചോദിച്ചാൽ അത് ആൽഫ്രഡ് ആഡ്ലർ ആണ്. ക്ലിയർ ആണല്ലോ? ഇൻഡിവിജ്വൽ സൈക്കോളജി. ഓക്കെ, ഇൻഡിവിജ്വൽ സൈക്കോളജി എന്താണ്? ഈ ഇൻഡിവിജ്വൽ സൈക്കോളജി എന്ന സിദ്ധാന്തത്തിൽ പറയുന്നത്, വ്യക്തിഗത മനഃശാസ്ത്രത്തിൽ എന്താ പറയുന്നത്? എല്ലാ വ്യക്തികൾക്കും ഒരു ജീവിത ലക്ഷ്യമുണ്ട്, ഇല്ലേ? എല്ലാ വ്യക്തികൾക്കും ജീവിത ലക്ഷ്യമുണ്ടായിരിക്കും. ഈ ലക്ഷ്യത്തിലേക്ക് മുന്നേറാനുള്ള കഴിവ് എല്ലാ വ്യക്തികൾക്കുമുണ്ട്. അതുപയോഗിച്ചുകൊണ്ട് അവൻ എന്ത് ചെയ്യുന്നു? ആ ലക്ഷ്യങ്ങളിലേക്ക് എത്തിപ്പെടാൻ ശ്രമിക്കുന്നു എന്ന് പറയുന്ന ഒരു തിയറിയാണ് ഇൻഡിവിജ്വൽ സൈക്കോളജി എന്ന് പറയുന്നത്. സംഭവം മനസ്സിലായോ? എല്ലാ വ്യക്തികൾക്കും ജീവിത ലക്ഷ്യങ്ങളുണ്ട്. ഈ ലക്ഷ്യങ്ങളിലേക്ക് എത്തിച്ചേരാനുള്ള കഴിവ് എല്ലാ വ്യക്തികൾക്കുമുണ്ട്. ഈ കഴിവിനെ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് എന്ത് ചെയ്യുന്നു? അവൻ ലക്ഷ്യത്തിലേക്ക് മുന്നേറാൻ ശ്രമിക്കുന്നു, അല്ലെങ്കിൽ അതിനുവേണ്ടി സ്ട്രൈവ് ചെയ്തുകൊണ്ടേയിരിക്കുന്നു എന്ന് പറയുന്നതാണ്. അപ്പോൾ ഫ്രോയിഡ് പറഞ്ഞത് എന്താണ്? മനുഷ്യനെ പ്രധാനമായിട്ടും ലിബിഡോ അല്ലെങ്കിൽ ലൈംഗിക പ്രേരണകളാണ് നയിക്കുന്നത് എന്നാണ് ഫ്രോയിഡ് പറഞ്ഞത്. മനസ്സിലായോ? അപ്പോൾ ഇതിനെയാണ് ഇദ്ദേഹം എതിർത്തിരിക്കുന്നത്, ആഡ്ലർ എതിർത്തിരിക്കുന്നത്. അദ്ദേഹം പറയുന്നത് മനുഷ്യനെ മുന്നോട്ട് നയിക്കുന്നത് ഈ പറഞ്ഞ ലിബിഡോ അല്ല, പകരം എന്താണ്? ഇൻഫീരിയോറിറ്റി ആണ്. എന്ന് പറയുമ്പോൾ എന്താണ്? ഇൻഫീരിയോറിറ്റി, അപര്യാപ്തതയാണ്. എന്തെങ്കിലും അപര്യാപ്തതയാണ്, ഇൻഫീരിയോറിറ്റി ആണ്. ആ ഇൻഫീരിയോറിറ്റിയെ മറികടന്നുകൊണ്ട് മികച്ചവനാകാനുള്ള, അതായത്
വളരെ ഉയർന്ന നിലയിൽ എത്തിച്ചേരാനുള്ള ആഗ്രഹമാണ് മനുഷ്യനെ മുന്നോട്ട് നയിക്കുന്നത് എന്നാണ് ആഡ്ലർ പറഞ്ഞിരിക്കുന്നത്. ക്ലിയർ ആണോ? അപ്പോൾ എന്താ പറഞ്ഞത്? ലിബിഡോ അല്ല, പകരം ഇൻഫീരിയോറിറ്റിയെ മറികടന്നുകൊണ്ട് നമുക്ക് സുപ്പീരിയോറിറ്റിയിലേക്ക് എത്തിച്ചേരാനുള്ള ആഗ്രഹമാണ്. അപ്പൊ സ്ട്രൈവിങ് ഫോർ സുപ്പീരിയോറിറ്റി എന്ന് പറയും. ഇതാണ് മനുഷ്യനെ എന്താണ് നയിക്കുന്നത് എന്നുള്ളതാണ് ആഡ്ലർ പറഞ്ഞു വെച്ചിരിക്കുന്നത്. അതാണ് ഈ ഇൻഡിവിജ്വൽ സൈക്കോളജി എന്ന് പറയുന്നത്. അതാണ്. ക്ലിയർ ആണോ മക്കളെ? അപ്പോൾ അടുത്ത നമ്മുടെ ആഡ്ലറിന്റെ മെയിൻ കോൺസെപ്റ്റ്സുകൾ നമുക്ക് നോക്കാം. ഈ ഇൻഡിവിജ്വൽ സൈക്കോളജി എന്താണെന്നുള്ളത് നിങ്ങൾക്ക് വ്യക്തമായല്ലോ അല്ലേ? ഇൻഡിവിജ്വൽ സൈക്കോളജി, വ്യക്തിഗത മനഃശാസ്ത്രം എന്ന് പറഞ്ഞാൽ അതിൽ ആഡ്ലർ പറഞ്ഞു വെക്കുന്നത് ജീവിത ലക്ഷ്യങ്ങളുണ്ട് മനുഷ്യന്. ആ ലക്ഷ്യങ്ങളിലേക്ക് അപര്യാപ്തതയെ മറികടന്ന് എത്തിച്ചേരുവാനുള്ള ഒരു ആഗ്രഹമുണ്ട്. ആ ആഗ്രഹമാണ് മനുഷ്യനെ നയിക്കുന്നത് എന്നുള്ളതാണ് ഇതിനകത്ത് പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, ഇനി ആഡ്ലറിന്റെ വ്യക്തിത്വ സിദ്ധാന്തത്തിലെ പ്രധാന ആശയങ്ങൾ എന്തെല്ലാമെന്ന് നോക്കാം. ഒന്ന്, ഇൻഫീരിയോറിറ്റി ഫീലിംഗ് എന്ന് പറയും. ഇൻഫീരിയോറിറ്റി ഫീലിംഗ് അതായത് അപകർഷ ബോധം എന്ന് പറയും. എല്ലാ മനുഷ്യർക്കും ഏതെങ്കിലും രീതിയിലുള്ള അപര്യാപ്തതാ ബോധം അല്ലെങ്കിൽ ഇൻഫീരിയോറിറ്റി ഫീലിംഗ് ഉണ്ടായിരിക്കും. ഇൻഫീരിയോറിറ്റി കോംപ്ലക്സ് അല്ല ഞാൻ പറഞ്ഞത്, ഇൻഫീരിയോറിറ്റി ഫീലിംഗ് എന്നുള്ളതാണ്. നിങ്ങളത് തെറ്റായിട്ട് മനസ്സിലാക്കരുത്. അപര്യാപ്തതാ ബോധം, അതാണ് ഇൻഫീരിയോറിറ്റി ഫീലിംഗ് എന്ന് പറയുന്നത്. ഇപ്പോൾ എനിക്ക് ഇംഗ്ലീഷ് നന്നായി സംസാരിക്കാൻ അറിയില്ല എന്നുള്ളത് ഇൻഫീരിയോറിറ്റി ഫീലിംഗ് ആണ്. അതിന് കഴിവില്ല എന്നല്ല ഞാൻ പറഞ്ഞത്. ഉദാഹരണം പറയാണ്, എനിക്കിപ്പോൾ ഇംഗ്ലീഷ് നന്നായി സംസാരിക്കാൻ അറിയില്ല എന്ന് പറയുന്നത് ഒരു ഇൻഫീരിയോറിറ്റി ഫീലിംഗ് ആണ്. അതല്ലെങ്കിൽ ഇപ്പോൾ ഒരു ഉയരം കുറഞ്ഞ ഒരാൾക്ക് എനിക്ക് അല്പം ഉയരം കുറവാണ് എന്നുള്ള തോന്നലുണ്ടല്ലോ, ആ തോന്നലിനാണ് നമ്മൾ ഇൻഫീരിയോറിറ്റി ഫീലിംഗ്, അപകർഷ ബോധം എന്ന് പറയുന്നത്, അതല്ലെങ്കിൽ അപര്യാപ്തതാ ബോധം എന്ന് പറയുന്നത്. ക്ലിയർ? ഇനി രണ്ടാമത്തെ ഒരു കോൺസെപ്റ്റ് എന്ന് പറയുന്നത് അപകർഷ സങ്കീർണത എന്ന് നമ്മൾ പറയും. അപകർഷ സങ്കീർണത അല്ലെങ്കിൽ അപര്യാപ്തത സങ്കീർണത എന്ന് പറയാം. ഇൻഫീരിയോറിറ്റി കോംപ്ലക്സ്, അതായത് ഈ അപര്യാപ്തത തോന്നലുണ്ടല്ലോ, അല്ലെങ്കിൽ ഇൻഫീരിയോറിറ്റി ഫീലിംഗ് അധികമായി കഴിയുമ്പോൾ എന്തുണ്ടാകും? ഇൻഫീരിയോറിറ്റി കോംപ്ലക്സ് ഉണ്ടാകുന്നു, അപകർഷ സങ്കീർണതയുണ്ടാകുന്നു. മനസ്സിലായോ? അപകർഷ സങ്കീർണതയുണ്ടാകുന്നു. അപ്പോൾ അപര്യാപ്തതാ ബോധം അമിതമായി കഴിഞ്ഞാൽ അത് എന്താകും? ഇൻഫീരിയോറിറ്റി കോംപ്ലക്സ് ആകുന്നു. ഇൻഫീരിയോറിറ്റി ഫീലിംഗ് ഓവർ ആയാൽ ഇൻഫീരിയോറിറ്റി കോംപ്ലക്സ് ആകുന്നു. അപ്പോൾ എന്താണ് ഈ കോംപ്ലക്സും, അതായത് ഇൻഫീരിയോറിറ്റി ഫീലിംഗും കോംപ്ലക്സും തമ്മിൽ എന്താ വ്യത്യാസം? ഇൻഫീരിയോറിറ്റി ഫീലിംഗ് എന്ന് പറയുമ്പോൾ ഒരു തോന്നലാണ്, അങ്ങനെ ഒരു ചിന്ത. എന്നാൽ കോംപ്ലക്സ് എന്ന് പറയുമ്പോൾ എന്താണ്? എന്നെ കൊണ്ട് ഒന്നിനും കഴിയില്ല എന്ന് സ്ഥിരമായിട്ട് നമ്മൾ അങ്ങ് ഉറപ്പിച്ചു വെക്കുന്നതിനെയാണ് ഇൻഫീരിയോറിറ്റി കോംപ്ലക്സ് എന്ന് പറയുന്നത്. എന്നെ ഒന്നിനും കൊള്ളില്ല, എനിക്കതിന് കഴിയില്ല, ഇങ്ങനെ അങ്ങ് അടിച്ച് ഉറപ്പിച്ച് വിശ്വസിക്കുന്നതാണ് ഇൻഫീരിയോറിറ്റി കോംപ്ലക്സ് എന്ന് പറയുന്നത്. ക്ലിയർ? ഇതാണ് ഇൻഫീരിയോറിറ്റി ഫീലിംഗും കോംപ്ലക്സും തമ്മിലുള്ള വ്യത്യാസം. അടുത്ത മെയിൻ ഒരു കോൺസെപ്റ്റ് അദ്ദേഹം പറയുന്നത് ശ്രേഷ്ഠതയ്ക്കായിട്ടുള്ള പരിശ്രമം, അതായത് സ്ട്രൈവിങ് ഫോർ സുപ്പീരിയോറിറ്റി എന്നുള്ളതാണ്. അത് ആഡ്ലറിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ആശയമാണ് ഈ സ്ട്രൈവിങ് ഫോർ സുപ്പീരിയോറിറ്റി എന്ന് പറയുന്നത്. ആഡ്ലറിന്റെ ഇൻഡിവിജ്വൽ സൈക്കോളജിയുമായി ബന്ധപ്പെട്ട ഏറ്റവും പ്രധാനപ്പെട്ട കോൺസെപ്റ്റ് ആണ് സ്ട്രൈവിങ് ഫോർ സുപ്പീരിയോറിറ്റി എന്നുള്ളത്. എന്താണ് ഈ സ്ട്രൈവിങ് ഫോർ സുപ്പീരിയോറിറ്റി എന്ന് പറഞ്ഞാൽ? ഓരോ വ്യക്തിയും തൻ്റെ കഴിവുകളെ മറികടന്നുകൊണ്ട് മുന്നേറാനായി ശ്രമിക്കുന്നു. ഓരോ വ്യക്തിയും തൻ്റെ കഴിവുകളെ മറികടന്നുകൊണ്ട് മുന്നേറാനായിട്ട് ശ്രമിക്കുന്നു. ഇതാണ് സ്ട്രൈവിങ് ഫോർ സുപ്പീരിയോറിറ്റി എന്ന് പറയുന്നത്. ഇപ്പോൾ ഗണിതത്തിൽ ബലഹീനനായിട്ടുള്ള ഒരു കുട്ടി എന്ത് ചെയ്യാം? കൂടുതൽ നന്നായി പഠിച്ച് ആ വിഷയത്തിൽ നല്ല മാർക്ക് നേടുന്നു എന്ന് കരുത്, ഒന്നാം റാങ്ക് നേടുകയാണെന്നിരിക്കട്ടെ. അങ്ങനെ വരുമ്പോൾ അതെന്താണ്? സ്ട്രൈവിങ് ഫോർ സുപ്പീരിയറിറ്റി, മികച്ചവനാകാനുള്ള ശ്രമമാണ്. ആദ്യം ഗണിതത്തിൽ വളരെ മോശമായിരുന്ന കുട്ടിയാണ്, അവന്റെ കഠിന പ്രയത്നത്തിലൂടെ എന്തെത്തി? ഒന്നാം സ്ഥാനത്തേക്ക് എത്തി. ഇതാണ് എക്സാമ്പിൾ ആയിട്ട് നമുക്ക് പറയാൻ പറ്റുന്നത്. മറ്റൊരു ഉദാഹരണം പറയാനാണെങ്കിൽ, ഇപ്പോൾ വളരെ ദുർബലനായിരുന്ന ഒരാൾ, എന്നുവെച്ചാൽ ശാരീരികമായി വളരെ ദുർബലനായിരുന്ന ഒരാൾ തൻ്റെ കഠിന പ്രയത്നത്തിലൂടെ ദേശീയ തലത്തിലെ ബോഡി ബിൽഡറായി തീരാൻ ശ്രമിക്കുന്നത്, അതൊക്കെ എന്താണ്? സ്ട്രൈവിങ് ഫോർ സുപ്പീരിയോറിറ്റിക്ക് ഉദാഹരണമാണ്. ക്ലിയർ? ഇനി മറ്റൊരാശയമാണ് അദ്ദേഹത്തിന്റെ കോമ്പൻസേഷൻ, നഷ്ടപരിഹാരം എന്ന് പറയും. നഷ്ടപരിഹാരം, കോമ്പൻസേഷൻ, അതല്ലെങ്കിൽ അതിനെ നമ്മൾ അനുപൂരണം എന്ന് പറയും. നമ്മൾ ഡിഫൻസ് മെക്കാനിസംസ് ഒക്കെ പഠിക്കുന്ന സമയത്ത് ഈ കോമ്പൻസേഷൻ പഠിക്കാറുള്ളതാണ് അല്ലേ? അപ്പോൾ അനുപൂരണം എന്ന് പറയും. അതായത് ഒരു മേഖലയിലെ കുറവിനെ മറ്റൊരു മേഖലയിലെ കഴിവിലൂടെ
മറികടക്കാൻ ശ്രമിക്കുന്നതിനെയാണ് നമ്മൾ കോമ്പൻസേഷൻ എന്ന് പറയുന്നത്. മനസ്സിലായോ? ഒരു മേഖലയിലെ കുറവിനെ മറ്റൊരു മേഖലയിലെ കഴിവ് കൊണ്ട് നികത്താൻ ശ്രമിക്കുന്നു അല്ലെങ്കിൽ മറികടക്കാൻ ശ്രമിക്കുന്നതാണ് കോമ്പൻസേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഇത് പരീക്ഷയ്ക്ക് ഒരുപാട് തവണ ഈ കോമ്പൻസേഷൻ ചോദിക്കാറുള്ളതാണ്. സ്ട്രെസ് ചെയ്ത് തന്നെ പഠിക്കുക. ഉദാഹരണം പറയാനാണെങ്കിൽ ഇപ്പോൾ ഗണിതത്തിൽ മോശമായ കുട്ടി, മനസ്സിലായോ? ഗണിതത്തിൽ മോശമായ കുട്ടി അല്ലെങ്കിൽ പഠനത്തിൽ മോശമായ കുട്ടി, അതായിക്കോട്ടെ എക്സാമ്പിൾ. പഠനത്തിൽ മോശമായ കുട്ടി കായിക പ്രവർത്തനത്തിലെ ഉന്നത വിജയത്തിലൂടെ ആ പഠനത്തിലെ മോശമായ അവസ്ഥയെ മറികടക്കാൻ അവൻ ശ്രമിക്കുന്നു. അപ്പോൾ പഠനത്തിൽ മോശമായ കുട്ടി കായിക പ്രകടനത്തിലെ തൻ്റെ മികവ് തെളിയിച്ചുകൊണ്ട് അതിനെ മറികടക്കുന്നതിനെയാണ് അല്ലെങ്കിൽ അതിന് ശ്രമിക്കുന്നതാണ് എന്ത് കോമ്പൻസേഷൻ എന്ന് പറയുന്നത്. മനസ്സിലായോ? കോമ്പൻസേഷൻ എന്ന് പറയുന്നത്. ഈ കോമ്പൻസേഷൻ പറയുമ്പോൾ ഓവർ കോമ്പൻസേഷനും കൂടി ഒന്ന് മനസ്സിലാക്കി വെക്കുക. നഷ്ടപരിഹാരം എന്ന് പറയുന്നത് ഓവർ കോമ്പൻസേഷൻ, അതായത് വളരെ വലിയ, അതായത് ഒരുപാട് അപര്യാപ്തത ഉണ്ടായിരുന്നിട്ടും അതിനെ മറികടന്നുകൊണ്ട് എന്ത് ചെയ്യുന്നു, വളരെ വലിയ വിജയങ്ങൾ കൈക്കലാക്കുന്നതിനെയാണ് ഓവർ കോമ്പൻസേഷൻ എന്ന് പറയുന്നത്. ഇപ്പൊ നമ്മൾ കണ്ടിട്ടില്ലേ, ഇപ്പോൾ അംഗവൈകല്യം സംഭവിച്ച ഒരു കുട്ടി എന്താണ് ഏതെങ്കിലും ഈ പറഞ്ഞ സ്പോർട്സ് ഇതിനകത്തൊക്കെ സ്പോർട്സിലൊക്കെ ഉന്നത വിജയം നേടുന്നതായിട്ടൊക്കെ, അല്ലെങ്കിൽ നമുക്കറിയാമല്ലോ ഇപ്പോൾ പർവ്വതാരോഹണത്തിലൊക്കെ പോകുന്ന ആളുകളെ കുറിച്ചൊക്കെ നമുക്കറിയത്തില്ലേ, അംഗവൈകല്യമുള്ളവർ പർവ്വതാരോഹണം നടത്തി അതിൻ്റെ നെറുകയിൽ എത്തിച്ചേർന്ന് അത്തരം ഉയർന്ന നേട്ടങ്ങളൊക്കെ കൈവരിക്കുന്നു. അതെന്താണ്, അവർക്ക് വളരെ ഇതായിട്ടുള്ള അപര്യാപ്തത ഉണ്ടെങ്കിൽ പോലും അതിനെ എന്ത് ചെയ്യുന്നു, അവർ അതികഠിനമായി പരിശ്രമിച്ചുകൊണ്ട് ഓവർ കോമ്പൻസേറ്റ് ചെയ്യുന്നു. അതിനെയാണ് നഷ്ടപരിഹാരം എന്ന് പറയുന്നത്. ഓക്കെ, ദെൻ അടുത്തതാണ് ലൈഫ് സ്റ്റൈൽ അല്ലെങ്കിൽ സ്റ്റൈൽ ഓഫ് ലൈഫ്, ജീവിത ശൈലി എന്ന് പറയുന്ന കോൺസെപ്റ്റ്. അതായത് ഓരോ വ്യക്തിയും നയിക്കുന്ന ജീവിതം എന്ന് പറയുന്നത് അവരുടെ സ്വന്തം രീതി അനുസരിച്ചാണ്, അല്ലേ? ഓരോ വ്യക്തിയും ജീവിതം നയിക്കുന്ന സ്വന്തം രീതിയിലാണ് എന്നാണ് പറയുന്നത്. അപ്പോൾ അതാണ് ജീവിതശൈലി എന്ന് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഈ ജീവിതശൈലി എങ്ങനെയാണ് ഒരാളുടെ വ്യക്തിത്വത്തെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നതെന്ന് ചോദിച്ചാൽ, ഇപ്പോൾ ഒരു വ്യക്തി ഒരു പ്രശ്നം ഉണ്ടാകുന്ന സമയത്ത് ആലോചിച്ച് തീരുമാനങ്ങൾ എടുക്കാൻ, അല്ലെ അതിന് സൊല്യൂഷൻ കണ്ടുപിടിക്കാൻ ആ വ്യക്തിക്ക് സ്വയമേവ സാധിക്കുന്നു. കാരണം എന്തുകൊണ്ടാ, അയാൾ വളർന്നു വന്നത് ആ രീതിയിലായിരിക്കും, അയാൾ ജീവിച്ച ജീവിതശൈലി അങ്ങനെയാണ്. ആരെയും ഡിപ്പെൻഡ് ചെയ്യാതെ അയാളെല്ലാം സ്വന്തമായിട്ട് ചെയ്ത് ശീലിച്ചു വന്ന ഒരു വ്യക്തിയായിരിക്കാം, ഇല്ലേ? എന്നാൽ മറ്റൊരു വ്യക്തിയെ സംബന്ധിച്ച് ചെറിയൊരു പ്രശ്നം ഉണ്ടാകുമ്പോൾ പോലും, നിസ്സാരമായ ഒരു സാഹചര്യത്തിൽ പോലും എന്ത് ചെയ്യുന്നു, മറ്റുള്ളവരെ എല്ലാം ഡിപ്പെൻഡ് ചെയ്തുകൊണ്ട് അതിനെ പരിഹരിക്കാൻ ശ്രമിക്കുമ്പോൾ ആ വ്യക്തിയുടെ ജീവിത രീതി എങ്ങനെയായിരുന്നിരിക്കാം, എല്ലാത്തിലും ഡിപ്പെൻഡൻ്റ് ആയിരുന്നിരിക്കാം. അതുകൊണ്ടാണ് ഇങ്ങനെ എന്ത് ചെയ്യാൻ പറ്റുന്നില്ല, ഇൻഡിവിജ്വലി ഒരു സൊല്യൂഷൻ കണ്ടെത്താൻ ആ വ്യക്തിക്ക് പറ്റാത്തത്. അപ്പോൾ നമ്മൾ ജീവിച്ചു വരുന്ന ആ ഒരു ജീവിത ശൈലി എന്ന് പറയുന്നത് എങ്ങനെയാണ് നമ്മളുടെ വ്യക്തിത്വത്തെ ഭാവിയിൽ സ്വാധീനിക്കുന്നു എന്നുള്ളതാണ് ആഡ്ലർ ഇതിലൂടെ പറഞ്ഞു വയ്ക്കുന്നത്. ഓക്കെ, അപ്പോൾ അദ്ദേഹത്തിന്റെ മറ്റൊരു കോൺസെപ്റ്റാണ് ലൈഫ് സ്റ്റൈൽ എന്ന് പറയുന്നത്. മനസ്സിലായോ? അപ്പോൾ കുട്ടിക്കാലത്ത് തന്നെ ഇത് രൂപപ്പെടുന്നു. നമ്മളെ കുട്ടിയായിരിക്കുമ്പോൾ തന്നെ ആ പാമ്പറിങ് ചെയ്യുന്ന രീതി, ഓവർ പാമ്പറിങ് ആയിക്കഴിഞ്ഞാൽ ആ കുട്ടി എല്ലാ കാര്യത്തിനും നമ്മളിങ്ങനെ ഡിപ്പെൻഡ് ചെയ്തുകൊണ്ടിരിക്കും. വളർന്നു കഴിഞ്ഞാലും അതങ്ങനെയായി പോകും, അല്ലേ? എന്നാൽ കുട്ടിയെ കൊണ്ട് അവൻ്റെതായിട്ടുള്ള കാര്യങ്ങളൊക്കെ ചെയ്യിപ്പിച്ച് ശീലിപ്പിച്ച് അവനെ എന്താണ് നമ്മൾ സ്വയം പര്യാപ്തതയോടുകൂടി വളർത്തിയെടുത്തു കഴിഞ്ഞാൽ മുതിർന്നു കഴിയുമ്പോഴും ആ കുട്ടി എങ്ങനെയായിരിക്കും, കാര്യങ്ങൾ അവൻ സ്വന്തമായി ചെയ്യാനുള്ള ഒരു നിലയിലേക്ക് എത്തിച്ചേരുന്നു. ഇതാണ് ജീവിതശൈലി, ലൈഫ് സ്റ്റൈൽ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ക്ലിയർ? ദെൻ അടുത്ത വളരെ പ്രധാനപ്പെട്ട നമുക്ക് ചോദിച്ച ചോദ്യം തന്നെ ഇതായിരുന്നു, സോഷ്യൽ ഇൻട്രസ്റ്റ്, അല്ലെ? സാമൂഹിക ഘടകത്തിന് പ്രാധാന്യം കൊടുത്തിരിക്കുന്നു. സാമൂഹിക താല്പര്യം എന്ന് പറയുമ്പോൾ എന്താണ്, ആരോഗ്യമുള്ള വ്യക്തിത്വത്തിന്റെ പ്രധാന ലക്ഷണമാണ് സോഷ്യൽ ഇൻട്രസ്റ്റ് എന്ന് പറയുന്നത്. എന്താണ് ഈ സോഷ്യൽ ഇൻട്രസ്റ്റ് എന്ന് പറഞ്ഞാൽ, സമൂഹത്തോടുള്ള സഹകരണം, മറ്റുള്ളവരുടെ ക്ഷേമത്തിൽ തൽപരത തുടങ്ങിയവയൊക്കെയാണ് നമ്മൾ സോഷ്യൽ ഇൻട്രസ്റ്റ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. സോഷ്യൽ ഇൻട്രസ്റ്റ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഈ സാമൂഹിക താല്പര്യത്തിന് പ്രാധാന്യം, അതാണ് ആഡ്ലറിന്റെ മറ്റൊരാശയം എന്ന് പറയുന്നത്. അപ്പോൾ ആഡ്ലറിന്റെ അഭിപ്രായത്തിൽ ആരോഗ്യമുള്ള വ്യക്തിത്വത്തിന്റെ ലക്ഷണം എന്ന് പറയുന്നത് ഈ സോഷ്യൽ ഇൻട്രസ്റ്റ് ആണ്. അപ്പോൾ എന്താണ് സോഷ്യൽ ഇൻട്രസ്റ്റ് എന്ന് പറഞ്ഞത്, സമൂഹത്തോടുള്ള സഹകരണവും മറ്റുള്ളവരുടെ ക്ഷേമത്തിൽ താല്പര്യം തുടങ്ങിയവയാണ് സോഷ്യൽ ഇൻട്രസ്റ്റ് എന്ന് പറയുന്നത്. ഇപ്പോൾ ഉദാഹരണം പറയാനാണെങ്കിൽ, ഇപ്പോൾ പ്രളയ സമയത്ത് എന്താണ് അവിടെ രക്ഷാപ്രവർത്തനത്തിന് വേണ്ടി ആളുകൾ ഇറങ്ങി, ഇല്ലേ? അപ്പം അതെന്തുകൊണ്ടാണ്, സോഷ്യൽ ഇൻട്രസ്റ്റ് ഉള്ളത് കൊണ്ടാണ്. മനസ്സിലായോ? സോഷ്യൽ ഇൻട്രസ്റ്റ് ഉള്ളത് കൊണ്ടാണ് അങ്ങനെയൊക്കെ ചെയ്യുന്നത്.
അപ്പോൾ ഇതൊക്കെ എന്ന് പറയുന്നത് അപ്പോൾ സമൂഹത്തിന്റെ നന്മയ്ക്ക് വേണ്ടിയിട്ട് പ്രവർത്തിക്കുക, അല്ലെങ്കിൽ ഇപ്പോൾ ഈ പറയുന്ന കണക്ക് ലഹരി വിരുദ്ധ പ്രവർത്തനങ്ങളിൽ യുവാക്കൾ പങ്കെടുക്കുക തുടങ്ങിയ കാര്യങ്ങളൊക്കെ എന്താണ് നമ്മുടെ സോഷ്യൽ ഇൻട്രസ്റ്റിന്റെ ഭാഗമാണ്. ക്ലിയർ? അപ്പോൾ അതൊക്കെയാണ് അതിന് എക്സാമ്പിൾ എന്ന് പറയുന്നത്. ഇത് കൂടാതെ രണ്ട് കാര്യങ്ങളും കൂടെ നിങ്ങൾ ഓർത്ത് വെക്കുക. മറ്റൊരു കോൺസെപ്റ്റ് എന്ന് പറയുന്നത് ബർത്ത് ഓർഡർ തിയറി എന്ന് പറയും. ജനനക്രമ സിദ്ധാന്തം എന്ന് നമ്മൾ മലയാളത്തിൽ പറയും ബർത്ത് ഓർഡർ തിയറി. ഇത് ഡയറക്റ്റ് ആയിട്ട് അങ്ങനെ നമ്മുടെ പേഴ്സണാലിറ്റി അഫക്റ്റ് ചെയ്യുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ ഇല്ല. എന്നാൽ ചില രീതികളിൽ നോക്കുമ്പോൾ ഇത് അഫക്റ്റ് ചെയ്യുന്നതായിട്ട് നമുക്ക് കാണാൻ, അല്ലെങ്കിൽ ഇൻഫ്ലുവൻസ് ചെയ്യുന്നതായിട്ട് കാണാൻ കഴിയും. എന്താണ് ഈ ബർത്ത് ഓർഡർ തിയറി എന്ന് പറയുന്നത്? ആഡ്ലർ പറയുന്ന ബർത്ത് ഓർഡർ തിയറി എന്ന് പറയുന്നത് അത് ഞാനിവിടെ സ്ലൈഡിൽ ഉൾപ്പെടുത്തിയിട്ടില്ല, അത് അഡീഷണൽ ആയിട്ട് ഞാൻ പറയുന്ന പോയിന്റ് ആണ്. ഓക്കെ, അപ്പൊ ബർത്ത് ഓർഡർ തിയറി ജനനക്രമ സിദ്ധാന്തം എന്ന് പറയും. അതായത് നമ്മൾ ഒരു കുട്ടി ഒരു കുടുംബത്തിൽ ജനിക്കുന്ന ക്രമം, ആ ജനനക്രമം വ്യക്തിത്വത്തെ സ്വാധീനിക്കുന്നത്. ഡയറക്റ്റ് ആയിട്ട് സ്വാധീനിക്കണമെന്നില്ല, ഇൻഡയറക്റ്റ് ആയിട്ട് സ്വാധീനിക്കാം എന്നാണ് ആഡ്ലർ പറയുന്നത്. നിങ്ങൾക്ക് മനസ്സിലായോ? അതായത് ഒരു കുട്ടി ജനിക്കുന്ന ക്രമം, അതായത് ആദ്യത്തെ കുട്ടിയാണോ, രണ്ടാമത്തെ കുട്ടിയാണോ, മൂന്നാമത്തെ കുട്ടിയാണോ, അതല്ല ഇനി ഏക മകനോ മകളോ ആണോ, ഒറ്റ കുട്ടിയാണോ തുടങ്ങിയ കാര്യങ്ങൾ നമ്മളുടെ പേഴ്സണാലിറ്റിയെ സ്വാധീനിക്കുന്നു എന്നുള്ളതാണ് ആഡ്ലർ ഇവിടെ പറഞ്ഞു വെക്കുന്നത്. അതായത് ഇപ്പൊ ആദ്യത്തെ കുട്ടിയാണെങ്കിൽ എങ്ങനെയായിരിക്കും? ഫസ്റ്റ് ബോൺ ആണെങ്കിൽ എല്ലാവരും അത്യാവശ്യം നന്നായിട്ട് പാമ്പറൊക്കെ ചെയ്യുന്നുണ്ടായിരിക്കും, എങ്കിലും ഇവന് നല്ല ലീഡർഷിപ്പ് ക്വാളിറ്റിയും അതേപോലെ ഉത്തരവാദിത്ത ബോധവും ഒക്കെ ഉള്ള ഒരു കുട്ടിയായിരിക്കും ആദ്യത്തെ കുട്ടി എന്ന് പറയുന്നത്. കാരണം തൊട്ടടുത്തടുത്ത ആൾക്കാർ വരുമ്പോഴത്തേക്കിന് ചേട്ടൻ അല്ലെ ചേച്ചി എന്നുള്ള ഒരു സ്ഥാനത്തേക്ക് ഇവർ മാറുകയാണ്, ഇല്ലേ? അപ്പോൾ എന്തായി? അവർക്ക് ഈ പറഞ്ഞ ലീഡർഷിപ്പ് പോലെയുള്ള കാര്യങ്ങൾ, നേതൃഗുണം ഉണ്ടായിരിക്കും, ലീഡർഷിപ്പ് ക്വാളിറ്റി ഉണ്ടായിരിക്കും, ഇതുപോലെ ഉത്തരവാദിത്തം ഉണ്ടായിരിക്കും. മനസ്സിലായോ? ഇനി സെക്കൻഡ് ബോൺ ആണെങ്കിൽ രണ്ടാമത്തെ കുട്ടിയാകുമ്പോൾ നമുക്കറിയാം, ഇപ്പൊ രണ്ട് കുട്ടികളുള്ള വീടാണെങ്കിൽ മാതാപിതാക്കള് കുറച്ചുകൂടി ആരെയാണ്? രണ്ടാമത്തെ കുട്ടിക്ക് ലാളന. നമുക്ക് മക്കള് എല്ലാ അച്ഛനമ്മമാർക്കും മക്കൾ ഒരുപോലെയുള്ളൂ, രണ്ടുപേരും തമ്മിൽ ഒരു വ്യത്യാസവും ഇല്ല. പക്ഷെ എങ്കിലും മൂത്ത കുട്ടിക്ക് ഒരു ഇത് തോന്നും, എന്നെ ഇപ്പൊ ഇളയാള് വരുമ്പോൾ മൂത്ത കുട്ടിക്ക് ഒരു ഡിപ്രഷൻ ഉണ്ടാവുമല്ലോ, സ്വാഭാവികമാണത്, അല്ലേ? പക്ഷെ അവിടെ പേരൻസ് എങ്ങനെ ഇടപെടുന്നു എന്നുള്ളതിലാണ് അതിനെ അവർ മറികടക്കുന്നത്. അപ്പോൾ മൂത്ത കുട്ടിയേക്കാൾ കുറച്ചുകൂടി ലാളന ഇളയ കുട്ടിക്ക് കിട്ടുന്നുണ്ടെന്ന് ചിലപ്പോൾ തോന്നാറുണ്ട് മൂത്ത കുട്ടികൾക്ക്. മനസ്സിലായോ? അപ്പൊ ഇതൊക്കെ പലപ്പോഴും ചെറിയ രീതിയിലൊക്കെ ചില വീടുകളിൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കാറുണ്ട്. ചില കുട്ടികളുടെ വ്യക്തിത്വത്തെയും അത് ചെറിയ രീതിയിലൊക്കെ മാറ്റാറുമുണ്ട്. അപ്പോൾ ഇവിടെ സെക്കൻഡ് ബോൺ ആണെങ്കിൽ അവിടെ ഒരു മത്സര മനോഭാവം ഉണ്ടാകും. അത് നമുക്കറിയാവുന്നതാണ്, അല്ലേ? രണ്ടാമത്തെ കുട്ടിയെ സംബന്ധിച്ച് ചേട്ടനേക്കാൾ, അല്ലെ രണ്ടാമത്തെ കുട്ടിക്ക് ചിലപ്പോൾ തോന്നും, ചേട്ടന് കുറച്ച് ഇത് കൊടുക്കുന്നുണ്ടോ, അവനെ കൊണ്ട് എല്ലാ കാര്യങ്ങളിലും ചെയ്യിപ്പിക്കുന്നല്ലോ, എന്നെ ഒന്നും അങ്ങോട്ട് ചെയ്യിപ്പിക്കുന്നില്ലല്ലോ, ഇങ്ങനെയൊക്കെ ചിന്തിക്കാറില്ലല്ലോ ഉണ്ട് ചില കുട്ടികൾ. അപ്പൊ അവിടെ ഒരു മത്സര മനോഭാവമാണ് ഈ സെക്കൻഡ് ബോൺ ചൈൽഡിന് ഉള്ളത്. മനസ്സിലായോ? സെക്കൻഡ് ബോൺ ചൈൽഡിനെ സംബന്ധിച്ച് കുറച്ച് ആശ്രയത്വം ഉണ്ടായിരിക്കാം, ഇതേപോലെ മത്സര മനോഭാവവും ഉണ്ട്. ക്ലിയർ? ഇനി അടുത്ത യങ്ങസ്റ്റ്, ഇനി ഏറ്റവും ഇളയ കുട്ടിയാണെങ്കിൽ, യങ്ങസ്റ്റ് ചൈൽഡ് ആണെങ്കിൽ എങ്ങനെയായിരിക്കാം? സ്നേഹം കൂടുതലായിരിക്കും, ആശ്രയത്വം കൂടുതലായിരിക്കും. മനസ്സിലായോ? ഡിപ്പെൻഡൻസി കൂടുതലായിരിക്കും. ഏറ്റവും ഇളയതായതുകൊണ്ട് വളരെ പാമ്പർ ചെയ്ത് വളരെ സ്നേഹിച്ചും കൊഞ്ചിച്ചും ആയിരിക്കും നമ്മൾ വളർത്തുക. അപ്പൊ എന്താവും? അവർക്ക് കൂടുതൽ ആശ്രയത്വം കൂടുതലായിരിക്കും. എല്ലാവരും ഇങ്ങനെ കൊണ്ട് നടക്കാനും എല്ലാ കാര്യങ്ങളും ചെയ്തു കൊടുക്കാനും മുതിർന്ന കുട്ടികളൊക്കെ ഉണ്ടെങ്കിൽ അവര് ബാക്കിയുള്ള കാര്യങ്ങൾ ചെയ്തു കൊടുക്കാനുണ്ടെങ്കിൽ ഇവരെന്തായി? ഡിപ്പെൻഡന്റ് ആയിട്ട് മാറുന്നു. അങ്ങനെ വളർന്നു കഴിയുമ്പോഴും ഇവർക്ക് ആരുടെയെങ്കിലും ഡിപ്പെൻഡൻസി ഇല്ലാതെ കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകാനുള്ള ഒരിത് വരത്തില്ല എന്നാണ് ആര് പറയുന്നത്? ആഡ്ലർ പറയുന്നത്. ഇനി ഒൺലി ചൈൽഡ്, ഒറ്റ സന്താനത്തെ സംബന്ധിച്ചാണെങ്കിൽ അവിടെ വേറെ ആരെയും ഒന്നിനും ഡിപ്പെൻഡ് ചെയ്യാനില്ല. അവൻ എങ്ങനെയായിരിക്കും? പക്വതയുള്ളവനായിരിക്കും, നല്ല കോൺഫിഡൻസ് ഉള്ളവനായിരിക്കും. മനസ്സിലായോ? ഇതാണ് ഒൺലി ചൈൽഡിന്റെ പ്രത്യേകത എന്ന് പറയുന്നത്. എങ്ങനെയായിരിക്കും? പക്വത ഉണ്ടായിരിക്കും, ആത്മവിശ്വാസം ഉണ്ടായിരിക്കും. അപ്പൊ ഇതാണ് ബർത്ത് ഓർഡർ തിയറി എന്ന് പറയുന്നത്. ഇപ്പോൾ കുടുംബത്തിന്റെ ജനനക്രമം വ്യക്തിത്വത്തെ സ്വാധീനിക്കുന്നു എന്നുള്ളതാണ് ആ ബർത്ത് ഓർഡർ തിയറി വെച്ച് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അപ്പൊ ആദ്യത്തെ കുട്ടിയാണെങ്കിൽ, ഫസ്റ്റ് ബോൺ ചൈൽഡ് ആണെങ്കിൽ നേതൃത്വം അല്ലെങ്കിൽ ഉത്തരവാദിത്വം ഉണ്ടായിരിക്കും. അപ്പൊ ഇവിടെ ഞാൻ സെക്കൻഡ് ബോൺ ആണെങ്കിൽ മത്സര മനോഭാവമായിരിക്കാം ആ കുട്ടിയിൽ. അപ്പൊ ഒരു കാര്യം ശ്രദ്ധിക്കുക, ഈ ഫസ്റ്റ് ബോൺ ചൈൽഡിന്റെ അതുവരെ ഉണ്ടായിരുന്ന സ്ഥാനം എന്ത് ചെയ്യും? സെക്കൻഡ് ബോൺ ചൈൽഡ് വരുമ്പോഴത്തേക്കിനും ആദ്യത്തെ കുട്ടിയുടെ സ്ഥാനത്തിനൊരു മാറ്റം വരും. അതിനെ നമ്മൾ സ്ഥാനഭ്രംശം സംഭവിക്കാന്ന് പറയും, ഇല്ലേ? ആദ്യത്തെ കുട്ടിക്ക് കിട്ടിയിരുന്ന ആ ഒരു പൊസിഷനിൽ ഒരു ചേഞ്ച് ഉണ്ടാകുന്നു, ഒരു സ്ഥാനഭ്രംശം ഉണ്ടാകുന്നു. അപ്പൊ ഇതിനെ നമ്മൾ ഡിത്തോൺമെന്റ് ചൈൽഡ് എന്ന് പറയും. അതുകൊണ്ട് അപ്പോൾ ഡിത്തോൺമെന്റ് ചൈൽഡ്,
ഡിത്തോൺമെന്റ് ചൈൽഡ് എന്ന് പറയുന്നത് ആരാണ്? ഫസ്റ്റ് ബോൺ ചൈൽഡിനെയാണ് നമ്മൾ ഡിത്തോൺമെന്റ് ചൈൽഡ്, സ്ഥാനഭ്രംശം സംഭവിക്കുന്ന കുട്ടി. ആദ്യത്തെ കുട്ടിക്ക് തൻ്റെ സ്ഥാനം നഷ്ടപ്പെടുന്നു രണ്ടാമത്തെ കുട്ടി വരുമ്പോൾ. അത് നമുക്ക് സ്വാഭാവികമായിട്ടൊരു അല്പം ചിന്തിക്കാൻ ശേഷിയുണ്ടെങ്കിൽ എഴുതാവുന്നതേ ഉള്ളൂ. ഓക്കെ, അപ്പോൾ ഇതാണ് ആ ബർത്ത് ഓർഡർ ക്രമം എന്ന് പറയുന്നത്. മനസ്സിലായോ? മീൻസ് അത് ഇവിടെ വ്യക്തിത്വത്തെ എങ്ങനെ സ്വാധീനിക്കുന്നു എന്നുള്ളത്. അപ്പോൾ ഫസ്റ്റ് ബോൺ ആണെങ്കിൽ നേതൃത്വം, ഉത്തരവാദിത്വം ഉണ്ടായിരിക്കും. സെക്കൻഡ് ബോൺ ആണെങ്കിൽ അല്പം മത്സര മനോഭാവം ഉണ്ടായിരിക്കും. ഏറ്റവും ഇളയ കുട്ടിയാണ്, യങ്ങസ്റ്റ് ചൈൽഡ് ആണെങ്കിൽ സ്നേഹം കൂടുതലായിരിക്കും, ആശ്രിതത്വവും കൂടുതലായിരിക്കും. എന്നാൽ ഒള്ളി ചൈൽഡ്, ഏക മകനോ മകളോ ആണെങ്കിൽ പക്വതയുള്ള കുട്ടിയായിരിക്കും, ആത്മവിശ്വാസവും ഉണ്ടായിരിക്കും, എന്തിനേയും നേരിടാനുള്ള ഒരു ഇതൊക്കെ ധൈര്യമൊക്കെ അവർക്ക് ഉണ്ടായിരിക്കും. ഇനി അതേപോലെ തന്നെ മറ്റൊരു കാര്യം കൂടെ, ഞാൻ ഇടയ്ക്ക് ഇപ്പോൾ ഒരു ക്വസ്റ്റ്യൻ പേപ്പർ കണ്ടപ്പോഴാണ് ഞാൻ അത് ഓർത്തത്. അപ്പോൾ അതും കൂടി ഞാൻ പറയാണ്. ഫിക്ഷണൽ ഫൈനലിസം എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റും കൂടി നമുക്ക് ഇതുമായിട്ട് ചേർത്ത്, ഇൻഡിവിജ്വൽ സൈക്കോളജിയുടെ ഒരു കോൺസെപ്റ്റിൽ ചേർത്ത് പറയേണ്ടതുണ്ട്. ആഡ്ലറിന്റെ മറ്റൊരു കോൺസെപ്റ്റാണ് ഫിക്ഷണൽ ഫൈനലിസം. അതായത് ഇൻഫീരിയോറിറ്റി ഫീലിംഗ്, സ്ട്രൈവിംഗ് ഫോർ സുപ്പീരിയോറിറ്റി, കോമ്പൻസേഷൻ, അതേപോലെയൊക്കെ ബർത്ത് ഓർഡർ തിയറി ഒക്കെ പറഞ്ഞതുപോലെ മറ്റൊരു കോൺസെപ്റ്റാണ് മക്കളെ ഫിക്ഷണൽ ഫൈനലിസം. അതായത് സാങ്കല്പികമായ അന്തിമ ലക്ഷ്യം എന്ന് പറയും മലയാളത്തിൽ. സാങ്കല്പിക അന്തിമ ലക്ഷ്യം, ഫിക്ഷണൽ ഫൈനലിസം. അതായത് ഭാവിയിലെ ഒരു ലക്ഷ്യം മനസ്സിൽ കണ്ടാണ് മനുഷ്യൻ പ്രവർത്തിക്കുന്നത് എന്നുള്ളതാണ് ഈ ഫിക്ഷണൽ ഫൈനലിസം എന്ന് പറഞ്ഞാൽ. ക്ലിയർ? ഭാവിയിലെ ഒരു ലക്ഷ്യം മനസ്സിൽ കണ്ടുകൊണ്ടാണ് മനുഷ്യൻ പ്രവർത്തിക്കുന്നത്. ക്ലിയർ ആയോ? എന്താണ് ഫിക്ഷണൽ ഫൈനലിസം എന്ന് പറഞ്ഞാൽ? ഭാവിയിലെ ഒരു ലക്ഷ്യം മനസ്സിൽ കണ്ടുകൊണ്ടാണ് മനുഷ്യൻ തൻ്റെ പ്രവൃത്തികൾ ചെയ്യുന്നത് എന്നുള്ളതാണ് ഫിക്ഷണൽ ഫൈനലിസം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഉദാഹരണം എന്ന് പറഞ്ഞാൽ, ഇപ്പോൾ എനിക്ക് ഒരു നല്ല അധ്യാപിക ആകണം എന്നുള്ളതാണ് എൻ്റെ ഭാവിയിലുള്ള ലക്ഷ്യം എന്ന് വിചാരിക്കുക. അത് കണ്ടുകൊണ്ടായിരിക്കും എൻ്റെ ഇപ്പോഴുള്ള പ്രവർത്തനങ്ങളെല്ലാം. മനസ്സിലായോ? ഇപ്പം നിങ്ങളെ സംബന്ധിച്ച് ഇപ്പോൾ സബ് ഇൻസ്പെക്ടർ ആണെങ്കിൽ അതിൻ്റെ പരീക്ഷയ്ക്കാണ് നിങ്ങൾ തയ്യാറെടുക്കുന്നതെങ്കിൽ നിങ്ങൾക്ക് എന്താണ്, ഒരു സബ് ഇൻസ്പെക്ടർ ആവുക എന്നുള്ളതാണ് നിങ്ങളുടെ ഭാവിയിലെ ലക്ഷ്യം എന്ന് പറയുന്നത്. അത് കണ്ടുകൊണ്ടാണ് നിങ്ങൾ ഇപ്പോഴെന്ത് ചെയ്യുന്നത്, ഇതിനു വേണ്ടി പഠിക്കുകയും അതേപോലെ തന്നെ മറ്റു കാര്യങ്ങളൊക്കെയും നിങ്ങൾ ചെയ്യുന്നത്, ഇല്ലേ? അപ്പോൾ ഇതാണ് പറഞ്ഞിരിക്കുന്നത് ഫിക്ഷണൽ ഫൈനലിസം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. മനസ്സിലായോ? അപ്പോൾ അങ്ങനെ ഒരു ഭാവിയിലെ ലക്ഷ്യമാണ് നമ്മളുടെ ഇന്നത്തെ പരിശ്രമത്തിന് പ്രചോദനം നൽകുന്നത്. ക്ലിയർ അല്ലേ? അപ്പൊ ഇതാണ് ഫിക്ഷണൽ ഫൈനലിസം എന്ന് പറയുന്നത്. ഇപ്പൊ ഫിക്ഷണൽ ഫൈനലിസം ആരുമായി ബന്ധപ്പെട്ടാണെന്ന് ചോദിച്ചാൽ ആരുമായിട്ടാണ്? ആഡ്ലറുമായി ബന്ധപ്പെട്ടതാണ്. ബർത്ത് ഓർഡർ തിയറി ആരുമായിട്ട് ബന്ധപ്പെട്ടാണെന്ന് ചോദിച്ചാൽ അതും ഈ പറഞ്ഞ ആൽഫ്രഡ് ആഡ്ലറുമായി ബന്ധപ്പെട്ടാണ്. പിന്നെ ഒരു ക്രിയേറ്റീവ് സെൽഫ് എന്നുള്ള കാര്യം കൂടി ഒന്ന് ഓർത്ത് വെക്കുക. ക്രിയേറ്റീവ് സെൽഫ്, സൃഷ്ടിപരമായ സ്വയം എന്ന് പറഞ്ഞാൽ മനുഷ്യൻ തൻ്റെ ജീവിതം സ്വയം രൂപപ്പെടുത്താൻ കഴിവുള്ളവനാണ്. ഇത് നമ്മൾ ആദ്യമേ പറഞ്ഞതാണ്, ഇല്ലേ? അതായത് ആ ഇൻഡിവിജ്വൽ സൈക്കോളജി എന്ന് പറയുമ്പോൾ തന്നെ നമ്മൾ പറഞ്ഞതാണ്, എന്താണ് അതിൽ? മനുഷ്യന് തൻ്റെ ജീവിതം എന്ത് ചെയ്യാം, സ്വയം തൻ്റെ ലക്ഷ്യത്തിനനുസരിച്ച് രൂപപ്പെടുത്താൻ കഴിവുള്ളവനാണ്. ഇതിനാണ് ക്രിയേറ്റീവ് സെൽഫ് എന്ന് പറയുന്നത്. മനസ്സിലായോ? അപ്പോൾ ഇവിടെ വിധിയോ അല്ലെങ്കിൽ ഭൂതകാലമോ മാത്രമല്ല നമ്മുടെ ജീവിതത്തെ നിർണ്ണയിക്കുന്നത്. നമ്മൾ വിധിയെയൊക്കെ മാറ്റിമറിച്ചുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യും, നമ്മുടെ ലക്ഷ്യത്തിലേക്ക് എത്തിച്ചേരും. അല്ലെ ഭൂതകാലത്തിൽ എങ്ങനെയായിരുന്നു അതൊന്നും നമ്മുടെ പിന്നീടുള്ള കാലത്തെ ബാധിക്കണമെന്നില്ല. പിന്നീട് നമ്മൾ എങ്ങനെയാണോ അതിനുവേണ്ടി പരിശ്രമിക്കുന്നത്, നല്ല നിലയിൽ എത്തിച്ചേരാൻ വേണ്ടി പരിശ്രമിക്കുന്നത്, ഇതനുസരിച്ചായിരിക്കും നമ്മുടെ ജീവിതത്തെ പിന്നെന്താണ് വിജയത്തിൽ എത്തിക്കുന്നത്. ഇതാണ് അപ്പോൾ ആൽഫ്രഡ് ആഡ്ലറിന്റെ ഇൻഡിവിജ്വൽ സൈക്കോളജിയുടെ പ്രധാന ആശയങ്ങൾ എന്ന് പറയുന്നത്. അപ്പൊ ഇൻഡിവിജ്വൽ സൈക്കോളജി എന്ന് പറഞ്ഞാൽ എന്താണ്? വ്യക്തിഗത മനഃശാസ്ത്രത്തിൽ എന്താ പറഞ്ഞിരിക്കുന്നത്? അപര്യാപ്തതകളെ മറികടന്നുകൊണ്ട് ഉയർന്ന നേട്ടത്തിൽ എത്തിച്ചേരാനുള്ള കഴിവ് മനുഷ്യനുണ്ട്. ആ കഴിവ് ഉപയോഗപ്പെടുത്തിക്കൊണ്ട് അവൻ അതിനുവേണ്ടി പരിശ്രമിക്കുന്നു എന്ന് പറയുന്നതാണ് ഇൻഡിവിജ്വൽ സൈക്കോളജി എന്ന് പറയുന്നത്. ഈ ഇൻഡിവിജ്വൽ സൈക്കോളജിയുമായി ബന്ധപ്പെട്ടുള്ള കോൺസെപ്റ്റ്സുകളാണ് ഇൻഫീരിയോറിറ്റി ഫീലിംഗ്, ഇൻഫീരിയോറിറ്റി കോംപ്ലക്സ്, സ്ട്രൈവിംഗ് ഫോർ സുപ്പീരിയോറിറ്റി, കോമ്പൻസേഷൻ, ഓവർ കോമ്പൻസേഷൻ, ലൈഫ് സ്റ്റൈൽ, സോഷ്യൽ ഇൻട്രസ്റ്റ്, ബർത്ത് ഓർഡർ തിയറി, ദെൻ ഫിക്ഷണൽ ഫൈനലിസം, ക്രിയേറ്റീവ് സെൽഫ് എന്നൊക്കെ പറയുന്നത്. ഓക്കെ, അപ്പൊ ഇത്രയുമാണ് നമ്മുടെ ആഡ്ലറിന്റെ ഈ പറഞ്ഞ ഇൻഡിവിജ്വൽ സൈക്കോളജിയുമായി ബന്ധപ്പെട്ട് നിങ്ങൾക്ക് ചോദ്യങ്ങൾ വരാനുള്ള സാധ്യത. അപ്പോൾ ഇത്രയുമാണ് നിങ്ങൾ പഠിച്ചു വയ്ക്കേണ്ടത്. ഇത്രയും കാര്യങ്ങൾ വ്യക്തമായി മനസ്സിലായി എന്ന് കരുതാണ്. ഇതുപോലെ നമ്മൾ ഓരോ ക്വസ്റ്റ്യൻസും അതിൻ്റെ തിയറിയുമായിട്ട് വീണ്ടും കാണാം. അപ്പോൾ ഇനി വരാൻ പോകുന്ന LP-UPക്ക് ആയിക്കോട്ടെ, സബ് ഇൻസ്പെക്ടറിൻ്റെ എക്സാമിനായിക്കോട്ടെ, നിങ്ങൾക്ക് എല്ലാ ക്വസ്റ്റ്യൻസിനും ആൻസർ ചെയ്യത്തക്ക രീതിയിൽ പക്കയാക്കി നമ്മൾ ക്ലാസ്സുകൾ തരുന്നതായിരിക്കും. അപ്പോൾ എല്ലാവരും ക്ലാസ്സുകൾ കാണുക, കമൻറ്റുകൾ അറിയിക്കുക, അതേപോലെ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു വെരി മച്ച്.